ഈ ഒരു നിമിഷത്തില് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഫീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ടോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും അകന്നു മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി അത് നിങ്ങളായിരിക്കാം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷനൊക്കെ എടുത്തിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പതിയെ പതിയെ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഇപ്പോൾ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഓർക്കുന്നത്. അവർക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവാണ്. നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകും എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് വേദന തോന്നുന്നുണ്ട്. കാരണം അവരായിട്ട് തന്നെ ഈ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തതായിരിക്കാം. ഈ ഒരു സെപ്പറേഷന് കാരണം തന്നെ അവരാണ് എന്നവർക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഒരു ഹൃദയ വേദന അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു ലോസ് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ നഷ്ടമായി പോകുമെന്ന് അവർക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടാവുന്നുണ്ട്. അത്രയധികം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അവർ വീണ്ടും വീണ്ടും അവരുടെ പാസ്റ്റിൽ ഉണ്ടായിപ്പോയ ആ സംഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സെപ്പറേഷൻ ഇടയായിട്ടുള്ള സംഭവങ്ങൾ അവർ മനസ്സിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് അവർ ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്ത് തന്നെ അവർ സങ്കടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എത്രയും വേഗം എന്താണ് നല്ല രീതിയിൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതലായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞും നിങ്ങളെ പലതരത്തിലും കൺവിൻസ് ചെയ്തും ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ പുതിയൊരു തുടക്കത്തോടു കൂടി വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ചേരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അവര് നിങ്ങളിൽ നിന്നും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രമാത്രം അവർ സങ്കടപ്പെടുന്നുണ്ട്. വളരെ കൂടുതൽ പേരും നിങ്ങളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി കഴിഞ്ഞിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയെ ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോഴെല്ലാം ഈ വ്യക്തിയിൽ നിന്നും വളരെ കടുത്ത രീതിയിലുള്ള അവഗണനകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് എന്താണ് യൂണിവേഴ്സിനോടൊക്കെ നിങ്ങൾ ഒരുപാട് സറണ്ടർ ചെയ്യുകയും ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുകയും മെഡിറ്റേഷൻ ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരാതെ വന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടായി നിങ്ങളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തിരികെ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ആ ഒരു നഷ്ടബോധം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്യുന്നില്ല, നിങ്ങൾ അവരെ കോൾ ചെയ്യുന്നില്ല, നിങ്ങൾ അവർക്ക് മെസ്സേജ് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒരു ആക്ഷൻസും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരുന്നപ്പോൾ അവർക്കൊരു നഷ്ടബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഈ ഒരു പ്രശ്നങ്ങളും എല്ലാം സോൾവ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചുള്ള ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ദിസ് കുഡ് ബി ദ വൺ. ഓക്കെ, അവർ തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റിൽ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളാണ് അവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണർ എന്ന്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അവരോട് നിങ്ങൾ ക്ഷമിക്കുക, അവർ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം നിങ്ങൾ അവരോട് ക്ഷമിക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു. അതിൻ്റെ പേരിലും നിങ്ങൾക്കിടയിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം, സെപ്പറേഷന് കാരണമായിട്ടുണ്ടാവാം. അതിലെല്ലാം അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളോട് തുറന്നു പറയാത്തതിൽ അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ ഈ ഒരു സമയത്ത് തിരികെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം യൂണിവേഴ്സായിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയേണ്ട ഒരു സമയമാണ്. താങ്ക്സ് ടു യൂണിവേഴ്സ്. ഓക്കെ, തീർച്ചയായിട്ടും
ഫ്യൂച്ചർ എനർജിയിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള കാര്യം തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അത്രയധികം റൊമാൻറ്റിക് ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, നിങ്ങളുടെ സ്നേഹം അവരൊരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത നിങ്ങളുടെ സ്നേഹം അവർക്ക് ആ ഒരു ഫീലിങ്സ് ആണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്നേഹം, അറ്റൻഷൻ, കെയർ, ടൈം എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അത്രയധികം ഒരു പാഷനാണ് അവർക്ക് നിങ്ങളോടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് ചേരേണ്ട വ്യക്തികളാണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് പാസ്റ്റ് ലൈഫ് കണക്ഷനോ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അറിയുന്ന വ്യക്തികളോ ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു റീയൂണിയൻ ടൈം എന്ന് പറയുന്നത് മേ ബി ഒരു ഈവനിങ്ങിലായിരിക്കാം. നിങ്ങൾ കണ്ടുമുട്ടുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു ഈവനിങ് ടൈമിലായിരിക്കാം. ഓക്കെ. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് ആണ് ഇവിടെ കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും, ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണ്. ഓക്കെ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് ആണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ. ഐ ജസ്റ്റ് വാണ്ട് ടു let you know I am thinking of you right now. Lots of feelings from my heart. തീർച്ചയായിട്ടും അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഈ ഒരു മൊമെന്റിൽ പോലും, ഈ റീഡിങ് കേൾക്കുന്ന മൊമെന്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അവർക്ക് അത്രയധികമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് ആണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കായിട്ടുള്ളത്. ആൻഡ് ഫീൽസ് ഡീപ്പ് സോൾ കണക്ഷൻ. യെസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷനോ അല്ലെങ്കിൽ വളരെയധികമുള്ളൊരു സോൾ കണക്ഷനോ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ആൻഡ് ഐ ലവ് യു, ഐ വിൽ ടെക്സ്റ്റ് യു. ഓക്കെ. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കും എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നു. The first and last thing that come to me is your name. Okay. തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണുള്ളത്. അവരുടെ ജീവിതത്തിൽ അവർ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്തും അവർ ഉറങ്ങുന്ന സമയത്തും ഒക്കെയും അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇവിടെ നമുക്ക് ലഭിച്ചത്. ഐ എം സോ റെസ്റ്റ്ലെസ്, കാൺ ഡു എനിത്തിങ് വിതൗട്ട് യു. ഓക്കെ. അവർക്ക് നിങ്ങളില്ലാണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പോലും കഴിയുന്നില്ല. ഒരു കാര്യത്തിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഐ കാൺ ലിവ് വിതൗട്ട് യു. യെസ്, തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളില്ലാണ്ട് ലൈഫിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് ജീവിക്കാൻ പോലും കഴിയുന്നില്ല. ലൈഫ് അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെപ്പോഴും അവരുടെ ഒപ്പം ഉണ്ടാവണം. ഓരോ നിമിഷവും അവർക്ക് നിങ്ങളോട് പല കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവർ ജീവിത പങ്കാളിയായിട്ട് പോലും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരത്രമാത്രം ഡീപ്പായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ.